ഫെബ്രുവരി 27-ന്റെ തീരദേശ ഹർത്താൽ വിജയിപ്പിക്കുക. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ. തൃപ്രയാർ. ബ്ലൂ എക്കോണമിയുടെ മറവിൽ കടൽ മണൽ ഖനനം നടത്താൻ കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 27-ന് നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് തൃപ്രയാറിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ സംസ്ഥാന ചെയർമാൻ TN പ്രതാപൻ ex-MLA അഭ്യർത്ഥിച്ചു. കേരളത്തിലെ കടലിൽ 74.5 കോടി ടൺ മണൽ ശേഖരമുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആദ്യഘട്ടം കൊല്ലം കടലിൽ 24.2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് 3 ബ്ലോക്കുകളിലായി 31 കോടി ടൺ മണൽ സ്വകാര്യ കമ്പനികൾക്ക് ഊറ്റിയെടുക്കാനുള്ള ടെൻഡർ ഫെബ്രുവരി 28-ന് ഉറപ്പിക്കാൻ ഇരിക്കുകയാണ്. ഇന്ത്യയിലുള്ള 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള കൊല്ലത്താണ് ഖനനം ആദ്യമായി ആരംഭിക്കുവാൻ പോകുന്നത്. കടൽ മണൽ ഖനനം മത്സ്യങ്ങളുടെ പ്രജനനവും വളർച്ചയും തടസ്സപ്പെടുത്തുമെന്ന് മാത്രമല്ല, കടൽ തീരം തകർന്ന് ബീച്ചുകളും തീരദേശവും ഇല്ലാതാകുന്ന അവസ്ഥയും സുനാമി പോലുള്ള ശക്തമായ പ്രകൃതിക്ഷോഭങ്ങളും സൃഷ്ടിക്കും. മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും മാത്രമല്ല, ദേശവാസികളെയും ആകെ കടൽ മണൽ ഖനനം ദുരിതത്തിലാഴ്ത്തുമെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാണിച്ചു. ഐക്യനായ സംഘങ്ങൾ വഴി ബോട്ടുകൾ കൊടുത്തു മത്സ്യത്തൊഴിലാളികൾ. എന്റെ അച്ഛനും പലപ്പോഴും തമ്മിൽ അവർക്ക് 9 പേർ കൂടി ബോട്ടിൽ കിട്ടിയ ഇവിടുത്തെക്കാരനായിരുന്നു. അന്ന് തിരുപ്പതി പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ത്യൻ നോർവേജിയൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഈ ബോട്ടുകൾ സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് EMS ഗവൺമെന്റിന്റെ കാലത്ത് ട്രാൻസ്പോർട്ടും ഫിഷറീസും 2 വകുപ്പുകൾ മന്ത്രിയായിരുന്നു എന്നാണ് ഓർമ്മ, തെറ്റാണെങ്കിൽ തിരുത്താം. അന്ന് ആ സ്കീം അന്ന് ഇന്ത്യ നോർവീജിയൻ പ്രോജക്റ്റിന്റെ ഭാഗമായി സമുദ്ര ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിൽ 21 ഫിഷ് ബാങ്കുകൾ കണ്ടത്. മത്സ്യങ്ങൾ മുട്ടയിടുന്നതും പ്രജനനം നടത്തുന്നതും കൂടുതൽ മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിദത്തമായ പ്ലവങ്ങൾ ഉൾപ്പെടെയുള്ള ഉപരിതല മത്സ്യത്തിനും ആഴക്കടൽ മത്സ്യത്തിനും ഒരുപോലെ ഭക്ഷണങ്ങളുള്ള കടലുകളിലാണ് പ്രജനനം നടന്നു വളരുന്നത്. അവിടെ പിന്നിരിക്കുന്നത് 2 മിനിറ്റ് സംസാരിക്കും, പിന്നീട് അതിലൊന്ന് കൊല്ലമാണ്. കൊല്ലം പലപ്പ് എന്ന കൊല്ലം, മറ്റൊന്ന് നമ്മുടെ പൊന്നാനി ചാവക്കാട് ബാങ്കാണ്.